ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വാഹനത്തിന്റെ EPS സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. മാത്രമല്ല EPS സിസ്റ്റത്തിന്റെ കമ്പോണൻസുകളും അതുപോലെ ഇതിന്റെ കൺട്രോൾ മൊഡ്യൂളിലേക്ക് വരുന്ന ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും പിന്നെ കുറച്ച് വയറിംഗ് ഡയഗ്രാംസും എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന്റെ മുന്നേ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ വീഡിയോയുടെ തൊട്ട് മുന്നേയായിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെയും ചർച്ചാ വിഷയം EPS സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താ വെച്ചാൽ, നമുക്കറിയാം ചെറിയ കാറുകളിലും വലിയ കാറുകളിലും അതുപോലെ പ്രീമിയം കാറുകളിലും ലക്ഷറി കാറുകളിലും സ്പോർട്സ് കാറുകളിലും എല്ലാം EPS സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പലതും വ്യത്യസ്ത തരത്തിലുള്ള EPS സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് തരത്തിലുള്ള EPS സിസ്റ്റം ഇന്ന് നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും വ്യത്യസ്ത തരത്തിലുള്ള EPS സിസ്റ്റം ഉപയോഗിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചെല്ലാമാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. എന്നാൽ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ EPS സിസ്റ്റം പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് EPS സിസ്റ്റം ഉണ്ട്, എന്നാൽ ഇതിൻ്റെയൊക്കെ പ്രവർത്തന തത്വം ഏകദേശം സെയിം ആണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ വാഹനങ്ങളിൽ ഇന്ന് ഉപയോഗിച്ച് വരുന്ന മറ്റ് ഇലക്ട്രോണിക് സിസ്റ്റം പോലെ തന്നെ നമ്മുടെ EPS സിസ്റ്റത്തിനും പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് സെൻസറുകൾ, രണ്ടാമത്തത് കൺട്രോൾ യൂണിറ്റ്, മൂന്നാമത്തെ ഒരു ആക്ച്വേറ്റർ. EPS സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 2 സെൻസറുകളാണ് സ്റ്റിയറിംഗ് ആംഗിൾ സെൻസറും ടോർക്ക് സെൻസറും. EPS സിസ്റ്റത്തിന്റെ കൺട്രോൾ യൂണിറ്റ് ആണ് നമ്മുടെ EPS കൺട്രോൾ മൊഡ്യൂൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് കൺട്രോൾ യൂണിറ്റ് എന്നൊക്കെ വിളിക്കുന്ന EPS കൺട്രോൾ മൊഡ്യൂൾ. എന്നാൽ EPS സിസ്റ്റത്തിന്റെ ആക്ച്വേറ്റർ എന്ന് പറയുന്നത് ഒരു ബ്രഷ്ലെസ് DC മോട്ടറാണ്, പെർമനന്റ് മാഗ്നറ്റോട് കൂടിയ DC മോട്ടറാണ് ഇന്ന് നമ്മുടെ വാഹനങ്ങളിലെല്ലാം EPS സിസ്റ്റത്തിനായിട്ട് ഉപയോഗിച്ചു വരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ സെൻസറുകൾ, EPS മൊഡ്യൂള്, ഒരു DC മോട്ടർ, ഈ 3 കമ്പോണൻസുകളാണ് EPS സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു EPS സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട 2 സെൻസറുകളാണ് സ്റ്റിയറിംഗ് ആംഗിൾ സെൻസറും ടോർക്ക് സെൻസറും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ സാധിക്കും, ഇവിടെ സ്റ്റിയറിംഗ് ആംഗിൾ സെൻസർ ഉണ്ട്, ഇവിടെ ടോർക്ക് സെൻസർ ഉണ്ട്. ചില വാഹനങ്ങളിൽ നമുക്ക് ഇങ്ങനെ 2 എണ്ണം കാണാൻ സാധിക്കില്ല, ടോർക്ക് സെൻസർ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇത് 2ന്റെ ഫംഗ്ഷനും ചെയ്യുന്നുണ്ടായിരിക്കും. മറ്റു ചില വാഹനങ്ങളിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ 2 സെൻസറുകളും കാണപ്പെടുന്നു. എന്നാൽ ചില വാഹനങ്ങളിൽ ഇവിടെയെല്ലാം ആയിരിക്കും സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. വാഹനം ഓടിക്കുന്ന ആള് വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീല് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കുന്നുണ്ട്, അതുപോലെ എത്രത്തോളം വേഗത്തിലാണ് ഈ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീല് തിരിക്കുന്നത് എന്നറിയാനും, അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന ആള് വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ഏത് ഡയറക്ഷനിലേക്കാണ് തിരിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കാനും, അതുപോലെ അദ്ദേഹം അതിൽ അപ്ലൈ ചെയ്യുന്ന ടോർക്കെല്ലാം മനസ്സിലാക്കാനുമാണ് നമ്മുടെ ഈ ആംഗിൾ സെൻസറുകളും ടോർക്ക് സെൻസറുകളും ഉപയോഗിക്കുന്നത്. ചില വാഹനങ്ങളിൽ ഡിജിറ്റൽ സെൻസറുകളായിരിക്കും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, എന്നാൽ മറ്റു ചില വാഹനങ്ങളിൽ അനലോഗ് സെൻസറുകളും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ആംഗിളിന്റെ ഡിഗ്രി മാറുന്നതിനനുസരിച്ച് വ്യത്യസ്ത വോൾട്ടേജുകളായിരിക്കും ഈ സെൻസറുകൾ പ്രൊഡ്യൂസ് ചെയ്യാം. ഈ വോൾട്ടേജ് സിഗ്നലിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ കൺട്രോൾ മൊഡ്യൂള് വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീല് തിരിക്കുന്നതിന്റെ വേഗതയും അതുപോലെ എത്ര ഡിഗ്രി തിരിയുന്നു എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ മോട്ടോറിലേക്ക് വേണ്ട ഔട്ട്പുട്ട് കൊടുക്കുന്നത്. നമുക്കറിയാം, ഒരു സ്റ്റിയറിംഗ് വീലിന്റെ ഫുൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രി തിരിക്കുമ്പോഴേക്കും 360 തരത്തിലുള്ള വോൾട്ടേജ് സിഗ്നൽ വേരിയേഷൻ അല്ല നമ്മുടെ സെൻസറുകൾ സിഗ്നലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ചിലപ്പോൾ 180 പിന്നെയും റിപ്പീറ്റ് അടിക്കും, ചിലത് 90 ഡിഗ്രി എത്തുമ്പോൾ വീണ്ടും റിപ്പീറ്റ് അടിക്കും. അത്തരത്തിലുള്ള ഒരു വോൾട്ടേജ് സിഗ്നലാണ് ഇതിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സെൻസറുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ ഇത് വോൾട്ടേജ് സിഗ്നലുകൾ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നതിനെല്ലാമുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. തൽക്കാലം നമുക്ക് ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാം. അപ്പോൾ ഈ 2 സെൻസറുകളുടെ പ്രവർത്തനം ഇതാണ്. ഇതിൽ നിന്നുള്ള വോൾട്ടേജ് സിഗ്നലുകളാണ് നമ്മുടെ EPS കൺട്രോൾ മൊഡ്യൂളിലേക്ക് എത്തുന്നത്. നമ്മുടെ EPS കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ PCM പോലെ അല്ലെങ്കിൽ എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂൾ പോലെ ഒരു ചെറിയൊരു എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ ചെറിയൊരു ഓൺബോർഡ് കമ്പ്യൂട്ടറാണ് EPS കൺട്രോൾ മൊഡ്യൂൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ EPS കൺട്രോൾ മൊഡ്യൂൾ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ സ്റ്റിയറിംഗ് ആംഗിൾ സെൻസറിൽ നിന്നും ടോർക്ക് സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റകൾ ഇൻപുട്ടായിട്ട് EPS കൺട്രോൾ മൊഡ്യൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റ EPS കൺട്രോൾ മൊഡ്യൂൾ സ്വീകരിക്കും. ഈ ഡാറ്റ മാത്രമല്ല സ്വീകരിക്കുക, ഇപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയാം, ഈ 2 ഡാറ്റകൾ EPS കൺട്രോൾ മൊഡ്യൂൾ സ്വീകരിക്കും. എന്നിട്ട് ഈ സ്റ്റിയറിംഗ് വീലിന്റെ ടോർക്ക് അതുപോലെ സ്റ്റിയറിംഗ് വീലിന്റെ ഡയറക്ഷൻ, നമ്മുടെ സ്റ്റിയറിംഗ് വീല് ഏത് ഡയറക്ഷനിലേക്കാണ് ഡ്രൈവർ തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്ര ഡിഗ്രി എത്ര വേഗത്തിൽ കറങ്ങുന്നുണ്ട്, എത്ര തിരിക്കുന്നുണ്ട് അദ്ദേഹം എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു മോട്ടോർ കറക്കണം. ഈ മോട്ടോർ കറക്കണമെങ്കിൽ ഈ മോട്ടോറിലേക്ക് പോകുന്ന കറണ്ടിൽ വേരിയേഷൻ സംഭവിപ്പിക്കണം. ആ ഒരു ജോലിയാണ് നമ്മുടെ EPS കൺട്രോൾ മൊഡ്യൂൾ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് ആംഗിൾ സെൻസറിൽ നിന്നുള്ള ഡാറ്റകൾ അതുപോലെ മറ്റ് സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റകൾ സ്വീകരിച്ചുകൊണ്ട് വിശകലനത്തിന് വിധേയമാക്കിയിട്ട്, അതായത് പ്രോസസ്സിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമ്മുടെ ഈ ഒരു EPS മോട്ടോറിലേക്ക് വരുന്ന കറണ്ടിനെയും അതുപോലെ EPS മോട്ടോറിന്റെ പൊളാരിറ്റിയെയും ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ EPS കൺട്രോൾ മൊഡ്യൂൾ ചെയ്യുന്ന ജോലി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വാഹനത്തിന്റെ ആംഗിൾ സെൻസറിൽ നിന്നുള്ള സിഗ്നലുകളും ടോർക്ക് സെൻസറുകളിൽ നിന്നുള്ള സിഗ്നലും മാത്രമല്ല EPS മൊഡ്യൂൾ സ്വീകരിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സിങ്ങിന് വിധേയമാക്കണമെന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ സ്പീഡ് സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റ കിട്ടണം, അതുപോലെ തന്നെ എഞ്ചിന്റെ RPM നിന്നുള്ള ഡാറ്റ കിട്ടണം. ഇത്തരത്തിലുള്ള ഒരുപാട് സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റ നമ്മുടെ EPS കൺട്രോൾ മൊഡ്യൂൾ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് ആംഗിൾ സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റകൾ EPS കൺട്രോൾ മൊഡ്യൂൾ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ടോർക്ക് സെൻസറിൽ നിന്നുള്ള ഡാറ്റയും നമ്മുടെ EPS കൺട്രോൾ മൊഡ്യൂൾ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ വെഹിക്കിൾ സ്പീഡ് ഡാറ്റ സിഗ്നലുകൾ നമ്മുടെ EPS കൺട്രോൾ മൊഡ്യൂൾ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ RPMഉം നമ്മുടെ EPS കൺട്രോൾ മൊഡ്യൂളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് പോകുന്നത് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് പാനലിലേക്ക് പോകുന്ന ഔട്ട്പുട്ടാണ്. നമുക്കറിയാം നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഇഗ്നിഷൻ ഓൺ ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ഇടുകയാണെങ്കിൽ വാഹനത്തിന്റെ EPS സിസ്റ്റത്തിന്, അതായത് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടെങ്കിൽ അവിടെ ഇൻസ്ട്രുമെന്റ് പാനലിൽ ഒരു EPSന്റെ വാർണിംഗ് ലാമ്പ് കത്തി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ വാർണിംഗ് ലാമ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു ഡാറ്റ അല്ലെങ്കിൽ ആ ഒരു സിഗ്നലാണ് ഇവിടെ ഇൻസ്ട്രുമെന്റ് പാനലിലേക്ക് പോകുന്നത്. മാത്രമല്ല നമ്മുടെ EPS കൺട്രോൾ മൊഡ്യൂൾ നമ്മുടെ ECMനേറ്റും അതുപോലെ ABSനേറ്റും അതുപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളിനേറ്റും ഒരു ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഡാറ്റ ട്രാൻസാക്ഷൻസ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡാറ്റ ലിങ്ക് കണക്ടർ കാണാൻ സാധിക്കും. നമുക്കറിയാം വാഹനം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു EPSനെ കുറിച്ചുള്ള ഏകദേശം ധാരണകൾ കിട്ടും. അതിനു വേണ്ടിയിട്ട് EPS കൺട്രോൾ മൊഡ്യൂളും DLCയും തമ്മിൽ ഒരു ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഉള്ള ഒരു ഡാറ്റ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ പ്രധാനമായിട്ട് EPS കൺട്രോൾ മൊഡ്യൂളിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമ്മുടെ EPS മോട്ടോറിലേക്ക്, EPS DC മോട്ടോറിലേക്ക് പോകുന്നത്. ഇതിൽ നിന്നുള്ള സിഗ്നലുകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് പ്രോസസ്സിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് മുന്നേ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കണക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ EPS മോട്ടോറിലേക്ക് പോകുന്ന കറണ്ടിനെ വേരിയേഷൻ സംഭവിപ്പിക്കുക. അതുപോലെ തന്നെ EPS മോട്ടോറിന്റെ പൊളാരിറ്റിയെ തമ്മിൽ ചേഞ്ച് ചെയ്യാം. നമുക്കറിയാം DC മോട്ടോറാണ് ഉപയോഗിക്കുന്നത്. പൊളാരിറ്റി ചെയ്യുമ്പോൾ ഡയറക്ഷൻ മാറും. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. സ്റ്റിയറിംഗ് വലത്തോട്ട് തിരിക്കുമ്പോൾ മോട്ടോറും ചിലപ്പോൾ വലത്തോട്ട് കറങ്ങേണ്ടി വരും. അതുപോലെ നമ്മൾ സ്റ്റിയറിംഗ് ഇടത്തോട്ട് തിരിക്കുമ്പോൾ മോട്ടോറും ഇടത്തോട്ട് കറങ്ങണം. അത് രണ്ടും മാറിപ്പോവരുത്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ തലച്ചോറായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്ന ഒരു പാർട്സാണ് EPS കൺട്രോൾ മൊഡ്യൂൾ അല്ലെങ്കിൽ EPS കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ EPS കൺട്രോൾ യൂണിറ്റിന്റെ പ്രവർത്തനം. EPS സിസ്റ്റത്തിലെ മറ്റൊരു പ്രധാന പാർട്സാണ് EPS മോട്ടോർ അഥവാ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് മോട്ടോർ. ഈ മോട്ടോറിനെ കുറിച്ച് പറയുന്നതിന് മുന്നേറ്റ് നമ്മൾ സിമ്പിളായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു മെലിഞ്ഞ ഒരാളെ കൊണ്ട് നമ്മളൊരു കല്ലെടുപ്പിക്കുകയാണ്, വലിയൊരു മെഷീൻ കല്ല് വെട്ടല്ലെടുപ്പിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ അദ്ദേഹത്തിന് ആ കല്ല് പൊക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എന്നാൽ വീണ്ടും കുറച്ചും കൂടി തടിയുള്ള ഒരാളെ കൊണ്ടുവന്നാണ്ട് രണ്ടാളോടും കൂടി കല്ല് പൊക്കാൻ പറയാണ്. അപ്പോൾ നമുക്കെന്തായി കല്ല് പൊക്കാനും കഴിയും. മാത്രമല്ല ആ മെലിഞ്ഞ ആൾക്ക് വളരെ സുഗമമായ രീതിയിൽ അങ്ങനെ വലിയ ശക്തിയൊന്നും കൊടുക്കാതെ എളുപ്പത്തിൽ ഇങ്ങോട്ട് കല്ല് പൊക്കിയെടുക്കാൻ കഴിയും. ആ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മുടെ പവർ സ്റ്റിയറിംഗിലും നമ്മുടെ മോട്ടോർ ചെയ്യുന്നത്. വാഹനം ഓടിക്കുന്ന ആളെ സ്റ്റിയറിംഗ് തിരിക്കാൻ, എത്ര ലോഡ് ഉണ്ടെങ്കിലും സ്റ്റിയറിംഗ് തിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സഹായിക്കുക, തിരിഞ്ഞുകൊണ്ടൊന്ന് സഹായിക്കുകയാണ് നമ്മുടെ EPS മോട്ടോർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ പെർമനന്റ് മാഗ്നറ്റ് മോട്ടോറാണ് ഉപയോഗിക്കുന്നതെന്നും DC മോട്ടോറാണെന്നും പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ഡയറക്ഷൻ മാറുന്നു. ഇതുകൂടാതെ ഇതിന്റെ RPMൽ ചെറിയ വേരിയേഷൻ ഉണ്ടാകുമെന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ EPS സിസ്റ്റത്തിൽ EPS മോട്ടോറിനോട് ചേർന്നിട്ടൊരു റിഡക്ഷൻ ഗിയർ യൂണിറ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ ഈ കോളത്തിലേക്കാണെങ്കിലും പിനിയനിലേക്കാണെങ്കിലും കണക്ഷൻ വരുന്നത്. എല്ലാ വാഹനങ്ങളിലും അങ്ങനെ ആയിരിക്കില്ല. ചില വാഹനങ്ങളിൽ ബെൽറ്റ് ഡ്രൈവ് ആയിരിക്കും. മാത്രമല്ല ഈ EPS മോട്ടോർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ ഈ മോട്ടോർ ഘടിപ്പിച്ചിരിക്കുന്ന പൊസിഷൻ മാറുന്നതിനനുസരിച്ച് സിസ്റ്റത്തിന്റെ ടോട്ടൽ പെർഫോമൻസിന് മാറ്റം ഉണ്ടായിരിക്കും. അതിന്റെ ഗുണങ്ങൾ കൂടും, അതുപോലെ ദോഷങ്ങൾ
അതിനനുസരിച്ചുണ്ടായിരിക്കും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഈ വീഡിയോയ്ക്ക് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ മോട്ടോർ ഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള EPS സിസ്റ്റം ഉണ്ടെന്ന് തരം തിരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറിയൊരു കാറിനുള്ള സിസ്റ്റം ആയിരിക്കില്ല വലിയൊരു ട്രക്കിനുള്ളത്. ഓക്കെ, ട്രക്ക് മീൻസ് EPS സിസ്റ്റം ഉള്ള ചെറിയ ട്രക്കുകൾ. മാത്രമല്ല അത്തരം സിസ്റ്റം ആയിരിക്കില്ല സ്പോർട്സ് കാറുകളിൽ ഉപയോഗിക്കുന്ന EPS സിസ്റ്റം. അതേ സിസ്റ്റം തന്നെ ആയിരിക്കില്ല നമ്മുടെ ലക്ഷറി കാറുകളിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള EPS സിസ്റ്റം ഉണ്ടാവാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം നമ്മുടെ EPS മോട്ടോർ ഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഫ്രണ്ട് ആക്സിൽ ലോഡ് കൂടുതലുള്ള സന്ദർഭത്തിൽ EPS മോട്ടോർ എവിടെ ഘടിപ്പിക്കണം, അത് എത്ര RPMൻ്റെ മോട്ടോർ ആയിരിക്കണം, അതിന് എത്ര പവർ വേണമെന്നെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു EPS സിസ്റ്റം മൊത്തത്തിൽ നമ്മുടെ എഞ്ചിനീയർമാർ ഡിസൈൻ ചെയ്യുന്നതും അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കാരണം നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് തന്നെ പരമാവധി ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനാണ്. നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ മറ്റാർക്കെങ്കിലും അത് ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.